ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു പാട്ടിന്റെ ഫുൾ ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഫുള്ളായിട്ട് എടുക്കാൻ നിന്ന വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. അപ്പം അതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് ചെയ്തത്. മുമ്പൊരു വീഡിയോ ചെയ്തതും നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ്. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഭരതം എന്ന് പറയുന്ന മൂവിയിലെ മോഹൻലാലും ഉർവശിയൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുള്ള ആ ഒരു മൂവിയിലെ ഗോപാംഗനെ ആത്മാവിലെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് നമ്മളിന്ന് ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി സെമി ക്ലാസിക്കലാണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. സ്റ്റെപ്സ് ഭരതനാട്യം അടവുകളും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും പഠിക്കുക. എനിക്ക് തോന്നുന്നു അമ്മമാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചും കൂടെ പഴയ പാട്ടുകൾ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യണതെന്ന് വെച്ചാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രണവാലയ അല്ലെങ്കിൽ കാന്താര മൂവിയിലെ പാട്ടുകൾ, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന പാട്ടുകൾ മിക്കവരും ട്യൂട്ടോറിയലായിട്ട് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ ഒരു പക്ക സെമി ക്ലാസിക്കൽ ടച്ചിൽ അല്ലെങ്കിൽ ഭരതനാട്യം ടച്ചിലേക്ക് വരുന്ന ഒരു പാട്ടെടുത്ത് ചെയ്തത്. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു പാട്ട് ചെയ്യുന്നത്. ഇനിയും വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ലോങ് വീഡിയോ കിട്ടണം, വേറെ ഏതെങ്കിലും പാട്ടുകളിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറയൂ, നമുക്കത് ചെയ്യാം. ഷോർട്സ് അല്ലാണ്ട് ഇതുപോലെ ലോങ് വീഡിയോസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാട്ട് എടുത്ത് പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗോപാംഗനെ ആത്മാവിലെ എന്നുള്ള പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ നോക്കാം. ആദ്യം ബാക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ്. ഓഡിയൻസിന് നമ്മളെ ബാക്ക് സൈഡാണ് കാണുക. അപ്പോൾ സ്ത്രീ എന്നുള്ള മുദ്ര പിടിച്ച് കടകാമുഖ മുദ്ര പിടിച്ചിട്ട് വേണം നിൽക്കാൻ. മുദ്രകളുടെ ചെറിയ വീഡിയോസ് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള പാട്ടുകൾ ചെയ്യുമ്പോൾ നമുക്ക് മുദ്രകൾ പിടിക്കാതെ പറ്റില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീ എന്നുള്ള മുദ്രയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കടകാമുഖം പിടിക്കുന്നത്. അപ്പോൾ തിരിഞ്ഞു നിൽക്കുക. ഓക്കെ. ഗോപാംഗനെ രണ്ട് പ്രാവശ്യം പാടുന്നുണ്ട് അത്. ഓക്കെ. അതിന് ആദ്യത്തേന് ഇങ്ങനെ നിൽക്കുക. നെക്സ്റ്റ് കൈ ഇങ്ങനെ ഇങ്ങനെ തിരിക്കുന്നതോടെ നമ്മൾ തിരിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്ന് നിന്ന് ഇങ്ങനെ ഒരു പോസ് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ആത്മാവിലെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇതും ഒരു കടകാമുഖ മുദ്രയാണ്. അത് ചെസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ ചെയ്യുക. ആത്മാവിലെ സ്വര മുരളിയിൽ ഒഴുകും. രണ്ട് പ്രാവശ്യം വെച്ച് പാടുന്നുണ്ട്. അതിനൊക്കെ ഈ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തു പോയാൽ മതി. ഓക്കെ. അപ്പോൾ സ്വര, ഓക്കെ, മുരളിയിൽ സ്വരമുരളിയിൽ ഒഴുകും എന്നുള്ള ഭാഗമാണ്. അപ്പൊ അതിന് എങ്ങനെയാണ് ചെയ്യണം നോക്കാം. സ്വര മുരളിയിൽ ലെഫ്റ്റ് റൈറ്റ് ലെഗ് നീട്ടി കൊടുക്കുക കേട്ടോ. മുരളിയിൽ ഒഴുകും. ഓക്കെ. ഒന്നും കൂടെ ചെയ്യാം. സ്വര ഇങ്ങനെ ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് മുരളിയിൽ ഒഴുകും. ഒരു സൈഡിൽ നിന്ന് വന്ന് കൈ ഇങ്ങനെ പതുക്കെ വന്ന് ഇങ്ങനെ കൊടുത്ത് മുരളിയിൽ ഒഴുകും. ഓക്കെ. ഇങ്ങനെ വന്ന് നിൽക്കുക. അതാണ് അടുത്ത ഈ സ്വരമുരളിയിൽ ഒഴുകും എന്നുള്ള ലൈനിന്റെ സ്റ്റെപ്പും മുദ്രകളും. ഓക്കെ. ഇതൊക്കെ ജസ്റ്റ് നല്ല ഭംഗിയിൽ എടുത്ത് കൊടുക്കുക. നെക്സ്റ്റ് കൃഷ്ണൻ എന്ന് പിടിക്കുക. ഒന്നുകിൽ ഇങ്ങനെ തന്നെ വെക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കൊടുക്കുക. ഓക്കെ. രണ്ടായാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്യുക. ഓക്കെ. അടുത്തത് നിസ രണ്ട് പ്രാവശ്യം പാടുന്നുണ്ട്. അപ്പോൾ അവിടെ ഏതടവ വരാന്ന് നോക്കാം. 1 താന്നിരിക്കുക. 1 2 3 4. ആ രണ്ട് നിസയ്ക്ക് അപ്പുറവും ഇപ്പുറവും കൊടുക്കുക. ഓക്കെ. ആദ്യം റൈറ്റ് കൊടുക്കുക.
അപ്പൊ 2 നിസ എന്ന് വരുന്നുണ്ട്. അപ്പൊ ആ നിസയ്ക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. 1 2 1 2 കൊടുക്കുക. 2 സൈഡിലേക്കായിട്ട് ഇങ്ങനെ ചെയ്യുക. ആദ്യം റൈറ്റ് വെക്കുക, പിന്നെ ലെഫ്റ്റ് വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കൈ അളപത്മവും, റൈറ്റ് ഹാൻഡ് കടകാമുഖം, ലെഫ്റ്റ് ഹാൻഡിൽ അളപത്മവും. ഇപ്പുറം ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ കടകാമുഖം, റൈറ്റ് ഹാൻഡിൽ അളപത്മം. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിസ, വീണ്ടും നിസ പാടും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അടുത്തത് പറഞ്ഞത് സഗമ പനിസദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി സ്വരം പാടുന്നുണ്ട്. അപ്പം അതിന് ഇങ്ങനെ ഒന്ന് ചാടി കാല് നിരക്കുക. ജസ്റ്റ് റൈറ്റ് ഹാൻഡിൽ പൊങ്ങിച്ചാടുക, റൈറ്റ് ലെഗിൽ പൊങ്ങിച്ചാടുക, എന്നിട്ടൊന്ന് നിരങ്ങുക. ഓക്കെ, റൈറ്റ് ലെഗ് പൊങ്ങിച്ചാടിയിട്ട് ഒന്ന് നിരങ്ങി വരിക. ഓക്കെ, ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഒന്ന് കറങ്ങി നിൽക്കുന്നു. ഓക്കെ, ഇതാണ് ആ ഭാഗത്തെ സ്വരത്തിന് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് വീണ്ടും ഒരു സ്വരമാണ് വരുന്നത്. ആ ഭാഗത്ത് എന്താ അടവ് എന്ന് നോക്കാം. കൈ ഇങ്ങനെ പിടിക്കുക. 1 2 3 1 2 3 1 2 3 1 2 3 ഇങ്ങനെ ഇടുക. കടകാമുഖം പിടിക്കുക, പൊക്കി അളപത്മത്തിലേക്ക് പൊക്കി ഇങ്ങനെ ഇടുക. 4 പ്രാവശ്യം കാല് നിരക്കുക. 1 2 3 1 2 3 1 2 3 1 2 3. ജസ്റ്റ് ബോഡി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സൈഡിലേക്കാണോ നമ്മൾ ചെയ്യുന്നത് അങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഒന്നും കൂടെ നോക്കാം. 1 2 3 1 2 3 1 2 3 1 2 3. കൈ ഇങ്ങനെ ഇടുക കേട്ടോ. 1 2 3 1 2 3 1 2 3 1 2 3. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും കാല് നേരത്തെ നമ്മൾ റൈറ്റ് ലെഗ് ചാടി നിരങ്ങി വന്ന പോലെ ഇങ്ങനെ ഒന്ന് ചാടി നിരങ്ങി വരാം. ഓക്കെ, സെയിം കാല് തന്നെ, കൈക്ക് മാത്രം വ്യത്യാസം. നോക്കാം എങ്ങനെയാന്ന്. ഇങ്ങനെ വന്ന് നിൽക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്തതായിട്ട് ഇങ്ങനെ നിരങ്ങി നമ്മൾ വന്നതിന് ശേഷം കാല് പൊക്കി ബാക്കിലേക്ക് നീട്ടി വെക്കാം. ഓക്കെ, എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നിരങ്ങി വരുന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് തന്നെ ഓക്കെ, ഒന്ന് നോക്കാം. കാല് നിരങ്ങി വന്നതിന് ശേഷം നമ്മൾ കാല് പൊക്കി നീട്ടി വെച്ചു. അതിനുശേഷം നീട്ടിയ കാല് കൊണ്ടുവന്ന് കുത്തി നെക്സ്റ്റ് ലെഗിൽ നമ്മൾ കറങ്ങി നിൽക്കണം. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഒരു വലിയ നീണ്ടൊരു എന്ന് പറഞ്ഞില്ല ഹമ്മിങ് പാടാണ്. എനിക്ക് പാടാനൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് ആ ഭാഗമുണ്ട്, അങ്ങനെ ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പം അതിന് ചെയ്യുന്നതാണ് കേട്ടോ. ഇന്ന് ചാടി നിന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിയ റൗണ്ടില് സ്റ്റേജ് ഫുൾ കവർ ചെയ്യുന്ന തരത്തിൽ നമ്മൾ നിരങ്ങി പോവുക. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ചാടി നിന്നില്ലേ, ചാടി നിന്നു. അത് കഴിഞ്ഞ് നിന്നിട്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞ പോസിലേക്ക് കാലിതുപോലെ നീട്ടി വെക്കാം. ഓക്കെ, അപ്പം ആ ഫസ്റ്റ് ഭാഗം നമ്മളുടേത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇങ്ങനെ കൃഷ്ണനെ അന്വേഷിച്ച് ഓടിപ്പോകുന്ന തെരയുന്ന ഗോപികമാരെ ആണ്. അപ്പം ഗോപികയായിട്ടാണ്. അപ്പം നോക്കുക, റൈറ്റ് ഓടുക, ലെഫ്റ്റ് ഓടുക. ഓക്കെ, അപ്പോൾ റൈറ്റിലേക്ക് ഓടുക, ലെഫ്റ്റിലേക്ക് ഓടുക, പിന്നെയും ബാക്കിലോടുക, പുറത്തേക്ക് ഓടുക, കറങ്ങി വന്ന് ഇവിടെ എന്നുള്ള ആ ഒരു ഇതിന് കാണുന്നില്ലല്ലോ കൃഷ്ണനെ എന്നുള്ളതിന് ആലോചിച്ച് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഭാഗത്ത് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഒരു വീണയുടെ പോലത്തെ, വീണ വായിക്കുന്ന ചെറിയൊരു ട്യൂണാണ്. അപ്പം അതിന് നമുക്ക് എങ്ങനെ അടവ് ചെയ്യാൻ നോക്കാം. 1 2 ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന്
ഇങ്ങനെ വെക്കുക. നെക്സ്റ്റ് വീണ്ടും ലെഫ്റ്റ് കയ്യിൽ ചെയ്യുക. 1 2 അവിടെയും ഇങ്ങനെ ചെയ്യുക. ഓക്കെ, അടുത്തത് പാട്ട് തുടങ്ങുകയാണ്. ഗോപാംഗനെ ആത്മാവിലെ എന്ന് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. ഗോപാംഗനെ ആത്മാവിലെ വരെ ഇത് തന്നെ സ്റ്റെപ്പ്. 1 2 3 4 1 2 3 4. ഓക്കെ, സ്വരമുരളിയിൽ ഒഴുകും സാരംഗീൻ. ആ ഭാഗം താത്തേതേതയില് ഈ മുദ്രകൾ ചേർത്തുകൊണ്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കാം. ദിത്തിത്തൈ കറങ്ങി വന്ന് നിൽക്കാം. ഓക്കെ, ഒന്നുകൂടി ഈ ഭാഗം ഒന്നും കൂടി ചെയ്യാം. നോക്കാം. ദിത്തിത്തൈ കറങ്ങി വന്ന് നിന്നു. അപ്പോ ഇതാണ് ആ ഭാഗത്ത് ചെയ്യേണ്ടത്. ആ ലൈന് ഗോപാംഗനെ ആത്മാവിലെ ആ ലൈന് ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും. അത് രാധികെ വരൂ എന്നുള്ള ആ ലൈന് മുന്നേ നമ്മൾ കറങ്ങി എത്തണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് രാധികയെ വരൂ എന്നുള്ള ലൈൻ ആകുമ്പോഴത്തേക്കും ഈ ദിത്തിത്തൈ കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ടാവണം. അതിനുശേഷം ചെയ്യുന്ന രാധികയെ വരൂ എന്നുള്ള സ്റ്റെപ്പിന് ചെയ്യുന്ന ലൈന് വരുന്ന സ്റ്റെപ്പാണ് ഇനി കാണിക്കുന്നത്. 1 2 3 4 5 6 7 8 വരൂ വിളിക്കുക. ഓക്കെ, നിലാവിൻ പാൽ വള്ളിയിലാടാൻ. അത് സെയിം തന്നെ, കാല് കൈ മാത്രം വ്യത്യാസം. നിലാവ് എന്നുള്ള ചന്ദ്രൻ എന്നുള്ള മുദ്ര കാണിക്കുക. പാൽവള്ളിയിലാടാൻ. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. ദൂരെ നിന്നിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്റെ പകുതി ഭാഗം ഒന്നും കാണാനില്ല എന്ന് തോന്നുന്നുണ്ട്. നോക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് ആ ഭാഗം അവസാനിപ്പിക്കാം. ഓമനെ വരൂ താത്തേതേതാ. വസന്തം എന്നും പറഞ്ഞിട്ട് അവിടെ താത്തേതയിൽ നിൽക്കുക. ദിത്തിത്തൈ പൂക്കള് എന്നുള്ളത് കാണിക്കുക. ഒരു 2 പ്രാവശ്യം കാണിക്കുക. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ ഓമനെ വരൂ. എന്നിട്ട് അവിടെ ഇത് ദിത്തിത്തൈ കാണിച്ചു. എന്നിട്ട് 2 കൈ കൊണ്ടും പൂവ് എന്നിങ്ങനെ കാണിച്ച് കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇടണു. ഓക്കെ, അപ്പോൾ ദിത്തിത്തൈ 1 2 3. ഓക്കെ, എന്നിട്ട് അടുത്തതിന് 1 2 അപ്പുറം ചാടുക. ഓക്കെ, 1 2 വെച്ചതിന് ശേഷം ഇങ്ങനെ കൈ പിടിച്ചിട്ട് കറങ്ങും പോലെ ഒന്ന് ഇങ്ങനെ ചുറ്റിക്കുക. ഓക്കെ, അവിടെ ചെയ്യാനുള്ള വേറൊരു ഭാഗം എന്ന് വെച്ചാൽ തരളിതമായി എന്നും പറഞ്ഞിട്ട് ഒരു പോസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നിന്നാലും മതി. അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇങ്ങനെ കറങ്ങിയില്ലേ, കറങ്ങിയതിന് ശേഷം ഇങ്ങനെ നിന്നാൽ മതി. അതിനുശേഷമാണ് ഗോപാംഗനെ വരുന്നത്. നെക്സ്റ്റ് ഭാഗം വരുന്നത് ഗോപാംഗനെ ആത്മാവിലെ ആ ഒരു ലൈൻ പാടാണ്. അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെയാണോ ഗോപാംഗനെ ആത്മാവിലെ ആ എങ്ങനെയാണോ ആദ്യത്തെ പാർട്ട് എടുത്തത് ആ ഭാഗം അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് ഒരു ഹമ്മിങ് പോലെ വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ ചാടി നിൽക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഒരു മൃദംഗത്തിന്റെ ഒരു ഭാഗം വരുന്നുണ്ട്. അവിടെ ഒന്ന് ജമ്പ് ചെയ്ത് നിൽക്കുക. അടവുകളാണ് ഇനി വരുന്നത്. ഇങ്ങനെ ചാടി നിൽക്കുക. ഓക്കെ, നെക്സ്റ്റ് അടവുകൾ നോക്കാം നമുക്ക്. ഇങ്ങനെ ചാടിയതിന് ശേഷം വീണ്ടും മൃദംഗത്തിന്റെ കടകടമായിട്ടുള്ളൊരു ചാടിയതിന് ശേഷം വീണ്ടും നിരങ്ങേണ്ട ഒരു അടവ് വരുന്നുണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. ഇങ്ങനെ നിരങ്ങി വന്ന് നിൽക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന അടവ് നോക്കാം. 1 2 3 4 കറക്കാം. ഓക്കെ, ഇതാണ് വരുന്നത്. ഒന്നും കൂടെ നോക്കാം. 1
2 3 4 കറങ്ങി നിന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇങ്ങോട്ടൊരു ചാട്ടം, ഒരു കറക്കം, ഇപ്പുറത്തോട്ടൊരു ചാട്ടം, കറക്കം. അങ്ങനെയാണ്. നോക്കാം. 1 2 3 4. 1 ചാട, കറങ്ങ, വീണ്ടും 2 ചാട. നോക്കാം, സമത്തിലേക്ക് ചാടണേ. 1 ചാടി, എന്നിട്ട് ഇങ്ങോട്ട് കറങ്ങ. നെക്സ്റ്റ് 2 ചാടി ഇപ്പുറത്തോട്ട് കറങ്ങ. ഓക്കെ, വീണ്ടും മുൻപ് ചെയ്ത അടവ് 1 2 3 4 കറങ്ങി നിൽക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ചെയ്യാം. നോക്കാം. 1 2 കറങ്ങി, 1 2 കറങ്ങി, 1 2 3 4 5. ഓക്കെ, ആ ലാസ്റ്റത്തെ 1 2 3 4 ഇങ്ങനെ കറങ്ങി ഒന്ന് കാല് നിരങ്ങി അവിടെ നിൽക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാ